അഫീഷ്യൽ അല്ലാതെയുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ ഒന്നും പറയാറില്ല. അല്ല, പ്രൈവേറ്റ് ഫങ്ഷൻസ് അത് പറ്റി നമുക്ക് ഞാൻ ഒന്നും കമൻറ്റ് ചെയ്യില്ല. ഓക്കെ, സോ പ്രൈവേറ്റ് ഫങ്ഷൻസ് വേറെ എന്തെങ്കിലും ഉണ്ടായിക്കാണ്, അത് പറ്റി ഐ ഡോണ്ട് ഹാവ് എനി കമൻറ്റ്. അല്ല, അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഗുണ്ടകളൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിൽ അവർക്ക് അറിയും അവരെന്താ പറയുന്നുണ്ടല്ലോ. അതിനോട് ഭാഗമായിട്ട് വേറെ ആരെയും പറഞ്ഞെങ്കിൽ ഗുണ്ടാക്കൾ ലഹരിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എതിരായിട്ട് ശക്തമായിട്ട് നടപടി ഉണ്ടാകും. അതിൽ യാതൊരു കുഴപ്പമില്ല. അഫീഷ്യലായിട്ട് നമുക്ക് ചെയ്ത ഫങ്ഷനുകൾ ഒരുപാടുണ്ട്. നമ്മളുടെ സ്റ്റേറ്റ് ലെവൽ ഉദ്ഘാടനം നമുക്ക് ഇവിടെ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അത് പോലീസ് നേതൃത്വത്തിൽ നടക്കக்கூடிய പരിപാടികളാണ്. അതിലെല്ലാവരും നമുക്ക് ഒരു വാളണ്ടിയേഴ്സായിട്ടും അവർക്കൊരു ഉള്ള കുട്ടികൾ അവർക്കൊരു ഗൈഡൻസ് ചെയ്യാൻ വേണ്ടിയും അതിനൊക്കെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ട് നടപടിക്കാണ് നമുക്ക് മുൻകൂട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ച് പോലീസ് എല്ലാ നിയോജകമണ്ഡല രീതിയിലും അവിടെയുള്ള MLA-മാരുടെ നേതൃത്വത്തിൽ പല പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അഫീഷ്യൽ അല്ലാതെയുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ ഒന്നും പറയാറില്ല. അല്ല, പ്രൈവേറ്റ് ഫങ്ഷൻസ് അത് പറ്റി നമുക്ക് ഞാൻ ഒന്നും കമൻറ്റ് ചെയ്യില്ല. ഓക്കെ, സോ പ്രൈവേറ്റ് ഫങ്ഷൻസ് വേറെ എന്തെങ്കിലും ഉണ്ടായിക്കാണ്, അത് പറ്റി ഐ ഡോണ്ട് ഹാവ് എനി കമൻറ്റ്. തുഫാന് ഉള്ളത് നമുക്കൊരു ലഹരിക്കെതിരായിട്ട് പബ്ലിക്കും പ്രൈവേറ്റും അധ്യാപകർ സ്റ്റുഡൻസ് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് അതൊക്കെ എതിരായിട്ട് നടക്കக்கூடிய ഒരു ഗവൺമെൻറ്റുடைய പ്രോഗ്രാമാണ്. അതിനുடைய ഫങ്ഷൻസ് പോലീസ് ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സൈസ് നടത്തിയിട്ടുണ്ടായിരുന്നു. മറ്റേ ഭാരത് മാതാ കോളേജിലൊക്കെ മിനിസ്റ്ററൊക്കെ വെച്ച് യോഗം നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പരിപാടികൾ നമുക്ക് സ്റ്റുഡൻസും പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പിന്നെ ഒരുപാട് വാളണ്ടിയർ ഓർഗനൈസേഷൻ ഈവൻ നമുക്ക് നടന്നിട്ടുള്ള ടൂറിസ്റ്റ് ഗൈഡ്സ് റെസിഡൻസ് അസോസിയേഷൻ ഇവരൊക്കെ വിളിച്ചിട്ട് അവർ ഒരു തുഫാൻ വാരിയറായിട്ടുള്ള വാളണ്ടിയറായിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ യോഗം ചെയ്തിട്ടുണ്ട്. അതിനോട് ഭാഗമായിട്ട് മുൻകൂട്ടി പോകുന്നതാണ്. സോ അങ്ങനെയുള്ള ഫംഗ്ഷനുകളിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ എൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടില്ല. മറ്റേ വി ആർ നോട്ട് നോട്ടീസ്ഡ് എനിത്തിങ് ഓഫ് ദാറ്റ്. അല്ല, അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഗുണ്ടകളൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിൽ അവർക്ക് അറിയും അവരെന്താ പറയുന്നുണ്ടല്ലോ. എന്ത് സഹായം വേണമെന്ന് അല്ല അല്ല ഗവൺമെൻറ്റുടെ ലഹരി എന്ന് പറയുന്നത് വളരെ വിട്ടുള്ള കാര്യമാണ്. അതിൽ പോലീസും ഉദ്യോഗസ്ഥർ മാത്രം അതിനോട് സപ്ലൈ ചെയ്യാൻ നമുക്ക് കട്ടയിൽ ചെയ്യാൻ പറ്റും. അതിൽ പെടக்கூடிய ആൾക്കാർ നമുക്ക് നേതൃത്വം അനുസരിച്ച് മറ്റേ NDPS ആക്ടുണ്ട്, പിന്നെ PITS NDPS ആക്ടുണ്ട്. ഇതിനനുസരിച്ച് നമുക്ക് അവർക്ക് ഡീറ്റെയിലൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവരുടെയും സ്റ്റുഡൻസും ഉപയോഗിക്കാറുള്ള ആൾക്കാരുടെ ഒരു മാറ്റം വന്നാലേ അത് കട്ടൽ ചെയ്യാൻ പറ്റും. അതാണ് തുഫാനുடைய ബേസിക്കായിട്ടുള്ള മെസ്സേജ്. ഇപ്പം സ്കൂൾ സ്റ്റുഡൻസും ഇല്ല കോളേജ് സ്റ്റുഡൻസ് ഇല്ല പൊതുവായിട്ടുള്ള എല്ലാ ആൾക്കാരും റെസിഡൻസ് അസോസിയേഷൻ ഇവരൊക്കെ ഒറ്റക്കെട്ടായി നിന്നാലും നമുക്ക് അതിനെതിരായിട്ട് ഒരു ഫൈറ്റ് ചെയ്യാൻ പറ്റും. അതിനോട് ഭാഗമായിട്ട് വേറെ ആരെയും പറഞ്ഞെങ്കിൽ ഗുണ്ടാക്കൾ ലഹരിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എതിരായിട്ട് ശക്തമായിട്ട് നടപടി ഉണ്ടാകും. അതിൽ യാതൊരു കുഴപ്പമില്ല. അല്ല, സൊസൈറ്റിയിൽ നിന്ന് വരக்கூடிய ആൾക്കാരാണ് പോലീസുകാർ. ഓക്കെ, അവർക്ക് നമുക്ക് ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഒരു ഡിസിപ്ലിനറി ഫോഴ്സുடைய ഭാഗമായിട്ട് നിർത്തിയിട്ടുണ്ട്. അവിടെ ആരെയും അവരുടെ ഡിസിപ്ലിനുடைய ഭാഗമായിട്ട് മാറിയുള്ള ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാകും. അതൊരു ഇല്ലീഗലായിട്ട് കാര്യം ഉണ്ടെങ്കിൽ ഇല്ലീഗൽ ആക്ഷൻ ചെയ്തതിന് അതിന് എതിരായിട്ട് ശക്തമായിട്ട് നടപടി ഉണ്ടാകും. ഈവൻ ക്രിമിനൽ കേസ് തന്നെ നമുക്ക് നടപടി എടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ കൂടെ ആൾക്കാർ റെഗുലറായിട്ട് ചെയ്യുന്നതുണ്ട്. അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിരം ചെയ്യக்கூடிയതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.